ഒരു ഇൻട്രസ്റ്റിംഗ് എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കോഡിംഗ് എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലവ് കാൽക്കുലേറ്റർ ആണ്. നെയിം വെച്ചിട്ട് ആ നെയിമിൻ്റെ ലവ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ സ്കൂളുകളൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിനെ നമ്മൾ പ്രോഗ്രാം സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലവ് കാൽക്കുലേറ്റർ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് എന്നിരുന്നാൽ പോലും അതിൻ്റെ പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് വരുമ്പോൾ അല്പം ട്രിക്കി ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. നമ്മളത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഇതിൻ്റെ ഒരു ബേസിക് അൽഗോരിതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ രണ്ട് നെയിം ചോദിക്കുന്നു. ഒന്ന് നമ്മുടെ നെയിമും അതുപോലെ തന്നെ ഹിസ് ഓർ ഹെയർ അവരുടെ നെയിമും. ലവർ ആരാണ്, അവരുടെ നെയിം എന്താണെന്ന് ചോദിക്കുന്നു. സോ ആ ഒരു നെയിമിനകത്ത് ഇപ്പോൾ ലവ് കാൽക്കുലേറ്ററിൽ ഒന്നെങ്കിൽ ഇപ്പോൾ ട്രൂ ലവ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ട്രൂ ലവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ കൊടുക്കുന്ന നെയിം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിനു, ഇപ്പോൾ രണ്ടുപേരുടെ നെയിം. ഓക്കെ, ഇപ്പോൾ ഒരു റാൻഡായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ നെയിമിൽ കൊടുക്കാൻ ആരുമില്ല, സോ അതുകൊണ്ട് തന്നെ റാൻഡായിട്ട് നെയിം കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ ജോൺ ലൂസി എന്ന് രണ്ട് നെയിം കൊടുത്തു. സോ ഈ നെയിമിനകത്ത് ടി കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ടി കോമൺ ആയിട്ടില്ല, സോ അതുകൊണ്ട് തന്നെ 0 ആണ്. ആർ ഉണ്ടോ എന്ന് നോക്കാം, ആറില്ല. യു ഉണ്ടോ എന്ന് നോക്കാം, യു ഇവിടെ ഒരെണ്ണം ഉണ്ട്, സോ അതുകൊണ്ട് തന്നെ 1 ഇടാം. ഇവിടെ ഇ ഉണ്ടോ എന്ന് നോക്കാം, ഇ 0 ആണ്. അതുപോലെ തന്നെ എൽ ഉണ്ടോ എന്ന് നോക്കാം, എൽ ഒരെണ്ണം ഉണ്ട്. ഒ ഉണ്ടോ എന്ന് നോക്കാം, ഒ ഒരെണ്ണം ഉണ്ട്. യു ഉണ്ടോ എന്ന് നോക്കാം. ഇത് വി ആണ്, സോ വി ഇവിടെ നമുക്കില്ല. സോ അതിന് ശേഷം ഇ ഉണ്ടോ എന്ന് നോക്കാം, ഇ ഇല്ല, സോ ഇവിടെ 0 ആണ്. സോ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ 1 ആണ്, 1 ആഡ് ചെയ്യുമ്പോൾ 1 ആണ് വരുന്നത്. ദെൻ ഇവിടെ 1 + 1 2 ആണ്, സോ 2 ആണ്. അപ്പോൾ 12% ആണ് ഇവരുടെ ഈച്ച് അതർ എന്ന് പറയുന്നത്. സോ 12% ആണ് ലവ് കാൽക്കുലേറ്ററിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുന്ന രണ്ട് നെയിം, ആ നെയിമിനകത്ത് ടീയുടെ ട്രൂ ലവിൻ്റെ സ്പെല്ലിങ്സ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇതിനെ ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. സോ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജോൺ അടിക്കുന്ന ഒരു നെയിം ആണെങ്കിൽ ഇതിനകത്ത് സ്മോൾ ലെറ്ററും ചിലപ്പോൾ ക്യാപിറ്റലും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ടിയുടെ വാല്യൂ, TOR യുവിൻ്റെ വാല്യൂസ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്മോൾ ലെറ്റർ ആയിട്ടായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്യാപിറ്റൽ ചിലപ്പോൾ കൗണ്ട് ചെയ്ത് വരുന്നൊന്നും വരില്ല. അപ്പോൾ നമ്മൾ യൂസർ കൊടുക്കുന്ന നെയിമിനെ നമുക്ക് സ്മോൾ ലെറ്ററിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം. സ്മോൾ ലെറ്ററിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ആണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. സോ ആ രീതിയിലാണ് നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ സൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കോഡിംഗ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം, പോസ്റ്റ് ചെയ്തിട്ട്. ദെൻ അതിനുശേഷം റിട്ടേൺ ബാക്ക് വരിക, എന്നിട്ട് ഇതിനകത്തേക്ക് നോക്കാം. സോ ഞാനിവിടെ ഒരു പുതിയ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ലവ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇതിനകത്ത് നെയിം പറഞ്ഞു കൊടുക്കുകയാണ്. സോ ആദ്യമേ തന്നെ യൂസറിനോട് നെയിം ചോദിക്കണം. സോ ഞാനിവിടെ നെയിം 1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനകത്ത് ഇൻപുട്ട് ഫംഗ്ഷനിൽ ചോദിക്കുകയാണ് യൂസറിനോട് എൻ്റർ നമ്മുടെ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിം അടിച്ചു കൊടുക്കാൻ പറഞ്ഞു വരുന്നു. ഇവിടെ സ്പേസ് അലൗഡ് അല്ല, സോ ഒന്നെങ്കിൽ അണ്ടർസ്കോർ ഇട്ട് കൊടുക്കാം. ദെൻ അതുപോലെ തന്നെ നെയിം 2 അടിച്ചു കൊടുക്കുന്നു. ഈക്വൽ ടു ഇൻപുട്ട് ഫംഗ്ഷനിൽ ഹിസ് ഓർ ഹെയർ നെയിം അടിച്ചു കൊടുക്കാൻ പറഞ്ഞു വരുന്നു. ദെൻ നമുക്ക് ഈ നെയിം 1നെ നെയിം 2നെയും കമ്പൈൻ ചെയ്യണം. സോ നമുക്ക് സ്ട്രിംഗ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടെണ്ണമായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഒരു സ്ട്രിംഗ് ആയിട്ട് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കമ്പൈൻ നെയിമിന് ഞാൻ നെയിം കൊടുത്തു. ഇവിടെ സ്പേസ് അലൗഡ് അല്ല, സോ ഞാനിവിടെ അണ്ടർസ്കോർ ഇട്ട് കൊടുക്കണം. ഈക്വൽ ടു നെയിമിന്, അപ്പോൾ ഇവിടെ ഇത് രണ്ട് സ്ട്രിംഗ് ആയിട്ടാണ് വരുന്നത്. സോ നെയിം 1 ഇവിടെ നമുക്ക് പ്ലസ് കൊടുത്തിട്ട് നെയിം 2 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് സ്ട്രിങ്ങും കൂടി ആഡ് ചെയ്തിട്ട് ഒറ്റ നെയിമായിട്ട് വരും. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് ഇതിനെ ലോവർ കേസിലേക്ക്, ഇതിനകത്ത് ക്യാപിറ്റലോ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ലോവർ കേസ് വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കുക, അന്നേരം ടീയുടെ കൗണ്ട് എടുക്കുന്ന സമയത്ത് ട്രൂ ലവിൻ്റെ ടി കൗണ്ട് ചെയ്യും, ടിയും ആറും യുയും ഒക്കെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ക്യാപിറ്റലായിട്ട് കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സ്മോൾ ആയിട്ട് കൗണ്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്യാപിറ്റലും സ്മോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോജിക് നെയിം എന്ന് പറയുന്നത് ഡോട്ട് ലോവർ ഫംഗ്ഷനാണ്. നമ്മളിവിടെ അതിനെ നമുക്ക് ലോവറിലേക്കും അപ്പർ കേസിലേക്കും കൺവേർട്ട് ചെയ്യാം. ലോവറിലേക്ക് ചെയ്യണമെങ്കിൽ ഡോട്ട് ലോവർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു, അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ആ രീതിയിലാണ്. അപ്പോൾ ഞാനിവിടെ കൺവേർട്ട് നെയിം എന്ന് കൊടുത്തു. നെയിം വേരിയബിൾ നെയിം ഈക്വൽ ടു ഇവിടെ കമ്പൈൻ നെയിം എന്നാണ് വേരിയബിൾ നെയിം, ഡോട്ട് അതിനെ ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ആ ലോവർ ഫംഗ്ഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ലോവർ ആയിട്ടുള്ള ഇതായിരിക്കും കൊടുക്കുന്നത് കിട്ടുന്നത്. നമ്മൾ ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലോവർ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി അടുത്തത് വേണ്ടത്, നമുക്ക് ഇതിനകത്ത്
സ്പെല്ലിങ് കൗണ്ട് ചെയ്യണം. അപ്പോൾ ടിയുടെ കൗണ്ട് ചെയ്യണം, ആറിൻ്റെ കൗണ്ട് ചെയ്യണം, യുടെ കൗണ്ട് ചെയ്യണം, ഇയുടെ കൗണ്ട് ചെയ്യണം, അതുപോലെ എല്ലോ വിയുടെയും കൗണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഫസ്റ്റ് ആദ്യമേ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടി ഇവിടെ ലോവറിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാനിവിടെ സ്മോൾ ലെറ്റർ ടി ആണ് കൊടുക്കുന്നത്. സോ ടി ഈക്വൽ ടു അതിനകത്തു നിന്നുള്ള ലോവർ കേസ് നമുക്ക് ആ വേരിയബിൾ നെയിം കൊടുക്കാം. ഞാനിവിടെ കൺവേർട്ട് നെയിം എന്ന് പറയുന്ന വേരിയബിൾ നെയിമാണ്. അതിനകത്തുനിന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സ്ട്രിംഗ് ആണോ കൗണ്ട് ചെയ്യേണ്ടത് ആ സ്ട്രിങ്ങിന് നമ്മൾ ഡബിൾ കൂട്ടിനകത്തോ സിംഗിൾ കൂട്ടിനകത്തോ കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് വേണ്ടത് ടി ആണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ടി എന്ന് കൊടുത്തു. ആ ടി ഈ നെയിമിനകത്ത് ടി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അതിൻ്റെ കൗണ്ട് വാല്യൂ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അത് ഇൻറ്റീജർ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ദെൻ ഇതുപോലെ തന്നെ ബാക്കിയും കൂടി കൊടുക്കുക. അപ്പോൾ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു. ഇവിടെ 6 വേണ്ടത്, ഇവിടെ 6 കൊടുത്തു. അതുപോലെ തന്നെ ലവിൻ്റെയും കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓക്കെ, അപ്പോൾ ആ നെയിമുകളുടെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊടുത്തു. ദെൻ നമുക്കിനി അടുത്ത് വേണ്ടത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ട്രൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം കൊടുത്തു. ദെൻ അതിന് നമുക്ക് ടിയും ടി പ്ലസ് ആർ പ്ലസ് യു പ്ലസ് ഇ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ അതിനെ കൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ലവിൻ്റെയും കൗണ്ട് ചെയ്യണം. ലവ് ഈക്വൽ ടു എൽ പ്ലസ് ഒ പ്ലസ് വി പ്ലസ് ഇ. ഓക്കെ, ആ രീതി കിട്ടും. ദെൻ ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ നെയിമായിട്ട് നമുക്ക് ഒരു പെർസെൻറ്റേജ് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ലവ് പെർസെൻറ്റേജ് ഈക്വൽ ടു ഇവിടെ നമുക്ക് വേണ്ടത് ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്തിടണം. ഇപ്പോൾ ട്രൂവിൻ്റെ വാല്യൂ 1 ആണ്, ലവിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 10% എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും? അത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ രണ്ടിനും കമ്പൈൻ ചെയ്യണം. അപ്പോൾ ട്രൂ പ്ലസ് ലവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? 1 + 0 വരും. അന്നേരം 1 തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്ക് 10% എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് സ്ട്രിങ്ങിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കാം. അതായത് ഇവിടെ നമുക്ക് സ്ട്രിങ്ങിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഈ മൊത്തം കാൽക്കുലേഷൻ മൊത്തം സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് രണ്ടും സ്ട്രിങ് ആയിരിക്കും. ദെൻ നമുക്ക് ട്രൂ പ്ലസ് ലവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് പെർസെൻറ്റേജ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ദെൻ നമുക്കിതിനെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കാം. പ്രിൻറ്റ് ഫംഗ്ഷനിൽ യുവർ മാച്ചിങ് വാല്യൂ ഈസ് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ എഫ് സ്ട്രിങ് കൊടുക്കാം. എഫ് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് ലവ് പെർസെൻറ്റേജ്, ദെൻ നമുക്കിവിടെ ഒരു പെർസെൻറ്റേജും കൂടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക എന്നുള്ളത്. സോ ഞാനിവിടെ ജോൺ എന്നടിച്ചു, ഹെയർ നെയിം ലൂസി എന്നടിച്ചു. പെർസെൻറ്റേജ് വരുന്നത് 12% ആണ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും 12% ആയിരുന്നു ഔട്ട്പുട്ട് കിട്ടിയത്. സോ ഇതുപോലെ റാൻഡായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലവ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് രാമൻ ഫാത്തിമ 31% ആണ് വാല്യൂ വരുന്നത്. സോ ഇതുപോലെ റാൻഡായിട്ടുള്ള ഇതിൽ നെയിമുകളൊക്കെ അടിച്ചു കൊടുക്കാം. വിഷ്ണു ശ്രീപ്രിയ കൊടുത്തപ്പോൾ 53% ആണ് വന്നിരിക്കുന്നത്. ദെൻ ജോസ് ലിസ്റ്റ് കൊടുത്ത സമയത്ത് 13% ആണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇനി ഈഫ് ലൂപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ഇത്ര പെർസെൻറ്റേജിന് മേളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈഫ് ലൂപ്പ് വെച്ചിട്ട് ഇത്ര പെർസെൻറ്റേജിന് മേളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള മാച്ചിങ് ആണ് അങ്ങനെ രീതിയിലൊക്കെ വേണമെങ്കിൽ പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ സൈഡ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ലവ് കാൽക്കുലേറ്റർ ആണ്. ഇതിനകത്ത് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷനിൽ രണ്ടുപേരുടെ നെയിം യുവർ നെയിമും ഹിസ് ഓർ ഹെയർ നെയിമും ചോദിക്കുന്നു. ദെൻ അതിനെ ആ നെയിമുകൾ കമ്പൈൻ ചെയ്യുന്നു, ഒരുമിച്ചാക്കുന്നു. ദെൻ അതിനുശേഷം ആ നെയിമിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഉള്ളിൽ ലോവർ കേസിലുള്ള ടിയുടെയും ആറിൻ്റെയും യുവിൻ്റെയും ഇയുടെയും
എല്ലിൻ്റെയും ഒയുടെയും വിയുടെയും ഇയുടെയും ഒക്കെ കൗണ്ട് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യുന്നു. അതിന് ഓരോന്നിലേക്കും ആ വാല്യൂയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ട്രൂ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഈ വാല്യൂസിൻ്റെ മൊത്തത്തിലുള്ള ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ എടുക്കുന്നു. ദെൻ അതിനെ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇനി ട്രൂ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ലവിനും സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുന്നു. ദെൻ ലവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് സ്ട്രിങ്ങുകൾ ആഡ് ചെയ്യുന്നു. അന്നേരം നമുക്ക് രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒറ്റ വാല്യൂ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ദെൻ അതിന് പ്രിൻറ്റ് ഫംഗ്ഷനെ കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. സോ ഇതാണ് ഇതിൻ്റെ ലോജിക്കിൽ വരുന്നത്. സോ നിങ്ങൾ ചെയ്ത് ഔട്ട്പുട്ട് എടുത്തു നോക്കുക. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.